ബസ്സിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ പഴുവിലെ കോടന്നൂര് മനക്കുടി ഭാഗത്തൊക്കെ എവിടെയും ഉണ്ടായിരുന്നിരിക്കാന്ന് വിചാരിക്കുന്നു, വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ആളുകൾ കായലോരത്ത് ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് കേട്ടൊരു കാര്യം, ഈ ആളുകൾ ആരും കടത്തി നിന്ന് തിരികെ പോവുകയില്ല, അവരെല്ലാവരും അവിടെ കാത്തു നിൽക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ കാണുവാനായിട്ട്. അല്ലെങ്കിൽ ഈശോ നമ്മൾ പറയാറുണ്ടല്ലോ, 3 കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നത്തെ സർവ്വദാനത്തിന് അച്ഛനുണ്ടാവില്ല, അച്ഛനൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോവുക. അവര് 16 കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു. സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി.